ഹായ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്. അപ്പോൾ നിങ്ങൾക്കൊരു എക്സൈറ്റിംഗ് ന്യൂസുമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഈ വർഷമോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബിടെക് കഴിഞ്ഞവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയ PSCയുടെ ഒരു ഗ്ലാമർ പോസ്റ്റ് വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പോസ്റ്റിലോട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. പുതിയ നോട്ടിഫിക്കേഷൻ കേരള PSC റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ PSCയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോ നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ബിടെക് ഒക്കെ കഴിഞ്ഞവർക്ക് നമുക്ക് വളരെ റെയർ ആയിട്ടാണ് PSC നമുക്ക് എന്ത് ചെയ്യാറ് നോട്ടിഫിക്കേഷൻസുകൾ വരാറുള്ളത്. നമ്മുടെ KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതുപോലെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ, അങ്ങനെ കുറെ പോസ്റ്റുകളുടെ കൂടെ തന്നെ അപ്പൊ അതിലേറൊക്കെ നമുക്ക് എന്താണ് വളരെ നല്ലൊരു എന്താ പറയുന്നത് പ്രസ്റ്റീജിയസ് ആയിട്ട് ഒരു ടോപ്പ് നോച്ച് പോസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. അപ്പൊ അതിന്റെ ആ നോട്ടിഫിക്കേഷന്റെ കുറച്ച് കാര്യങ്ങൾ, ഡീറ്റെയിൽസുകൾ, നമുക്ക് എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷൻസുകൾ വന്നിട്ടുള്ളത് നോക്കാം, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും. 96/2025 ആണ്. 96 ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത്. കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. അപ്പൊ ഇതിന്റെ പേയ്മെന്റ്, സ്കെയിൽ ഓഫ് പേ ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ. നമുക്കൊന്നും ചെയ്യേണ്ട, ഒരു എക്സ്പീരിയൻസും വേണ്ട. നിങ്ങൾ ഡിഗ്രി പാസ്സായവരാണെങ്കിൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് പാസ്സായവരാണെങ്കിൽ ഒരു എക്സ്പീരിയൻസും വേണ്ട, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അതാ PSC നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. നമുക്കൊരു 8-10 മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വിത്തിൻ 1 ഇയറിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്വൈസ് വെച്ച് നമുക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നിങ്ങളുടെ ബിടെക് സിലബസിലുള്ള കാര്യങ്ങൾ പഠിച്ചു പോയി എക്സാം എഴുതി നല്ലൊരു റാങ്ക് വാങ്ങിയാൽ അല്ലെ, നല്ലൊരു റാങ്ക് നിങ്ങൾ വാങ്ങിയെടുത്താൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പേയ്മെന്റിൽ നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ബിടെക് കഴിഞ്ഞ് വിത്തിൻ 2-3 ഇയറിനുള്ളിൽ ഈ ഒരു പേയ്മെന്റിൽ നാട്ടിൽ തന്നെ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ സ്വപ്നം. അപ്പോ ആ ഒരു പേ കണ്ടിട്ട് വേണം നമുക്ക് മോട്ടിവേഷൻ വരാൻ അല്ലെ. ആ ഒരു പേ കണ്ടിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20-36 ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് OBC നമ്മുടെ എന്താ പറയുക റിസർവേഷൻ കാറ്റഗറിക്ക് അനുസരിച്ച് എന്തുണ്ടാവും, വ്യത്യാസം. അപ്പൊ ഇതിന്റെ നമ്മുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക് ഡിഗ്രി ആണ്. ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് അല്ല, ബിടെക് ഡിഗ്രി എടുത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അതുപോലെ നോട്ട് ഡൗൺ ചെയ്തു വെച്ചോ. നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് നോട്ട് ഡൗൺ ചെയ്തു വെച്ചോ, 16 ജൂലൈ 2025. ഓക്കെ, അപ്പൊ നമുക്കിത് ജൂൺ മാസമാണ്. നമുക്ക് ഒരു മാസം നമ്മുടെ മുന്നിൽ ഉണ്ടെന്ന് കരുതി കാത്തിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ PSCയുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അതിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ കയറിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ PSCയുടെ തുളസി വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾ ജസ്റ്റ് കുറച്ച് ക്ലിക്കുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ജൂലൈയിലോട്ട് നിൽക്കേണ്ട, ഇന്ന് തന്നെ എന്ത് ചെയ്യുക, പ്രൊഫൈലിൽ കയറുക, അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷൻസ് വന്നു, നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്, വെറുതെ നോക്കിയിരിക്കലാണോ? അല്ല, അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ എക്സാം വരട്ടെ, ഞാൻ പൊളിച്ചടിക്കും. അതുപോലെ നമ്മൾ പഠിക്കണം, നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ബിടെക് ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വൈഡായി അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസുകൾ തന്നെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ എക്സാംസുകളിൽ നമ്മളോട് ചോദിക്കും. അപ്പൊ അതിന്റെ പ്രീവിയസ് സിലബസ് മനസ്സിലാക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കുക. നിങ്ങൾക്ക് സൈലം ലേണിംഗിന്റെ ആപ്പിൽ കയറിയാൽ അതിൽ നമ്മുടെ ഫ്രീ ഇലക്ട്രിക്കൽ ഡെമോ ബാച്ചിൽ ഈ പറയുന്ന അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ സിലബസും അതുപോലെ കഴിഞ്ഞ തവണ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറുകളും കാര്യങ്ങളും നോക്കാം. അപ്പൊ നമ്മളിതാ പുതിയ ബാച്ച് അല്ലെ, നിങ്ങളുടെ ഈ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അതുപോലെ ആ ഒരു ബിടെക് ലെവലിൽ വരുന്ന എല്ലാ ഇലക്ട്രിക്കൽ എക്സാംസുകളും PSC, SSC, RRB പോലുള്ള എല്ലാ എക്സാംസുകൾക്കും നിങ്ങൾക്ക് ഒരൊറ്റ ബാച്ചിലൂടെ പ്രിപ്പയർ ചെയ്യാം, മിന്നൽ ബാച്ചിലൂടെ. അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ അതിന്റെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. അതിന്റെ ഓൺലൈൻ ബാച്ചസിലോട്ടുള്ള അഡ്മിഷൻ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ആ ബാച്ചിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഏറ്റവും വളരെ കുറഞ്ഞ ഫീസിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ക്ലാസ്സുകളാണ് സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ കൂടെ നമുക്ക് എന്താണ് റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റുകൾ, റിവിഷൻ, ഡിസ്കഷൻ സീരീസുകളൊക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. അപ്പൊ മറക്കണ്ട, നമ്മുടെ ഇന്ന് എന്ത് ചെയ്യാം, നമ്മുടെ ജൂലൈ 16 ആണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ അവസാന ഡേറ്റ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് മുതൽ തന്നെ ആരംഭിക്കാം സൈലത്തിന്റെ കൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും എന്ത് ചെയ്യാം, അതിൽ കയറി നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ലൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.